പ്രഗ്നന്റ് ആയ ലേഡിയുടെ ഓരോ വാക്കിനും ഞങ്ങൾ ഡോക്ടർമാർ ഭയങ്കര വില കൊടുക്കും. അപ്പം ആ വില നിശ്ചയിക്കുന്നത് ഒരു പരിധിവരെ നിങ്ങൾ തന്നെയാണ്. കാരണം ഇപ്പം ഒരു പ്രഗ്നന്റ് ലേഡി ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് ബ്ലീഡിംഗ് ഉണ്ട്, രാവിലെ തൊട്ട് ബ്ലീഡിംഗ് ആയി. ഡെഫിനറ്റ്ലി ആസ് എ ഡോക്ടർ ഞാൻ എന്താ സസ്പെക്ട് ചെയ്യുന്നത്, അവർക്ക് ഒരു അബോർഷൻ്റെ സൈനാണ്, ബ്ലീഡിംഗ് നല്ല വിധത്തിൽ വന്നു. പക്ഷേ ആ ലേഡി ആയിട്ട് അടുത്ത സെൻറ്റൻസ് എത്രത്തോളം ബ്ലീഡ് ചെയ്തു, സാറേ ഒരു ചെറിയ മയം പോലെ ഒന്ന് പോയിട്ടുള്ളൂ, ആ പിക്ചർ മാറിയത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യണം, എത്രത്തോളം അതിനെ ക്വാണ്ടിഫൈ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം ആ ലേഡീസ് പറയണം. ബിക്കോസ് നമ്മൾ പ്രഗ്നന്റ് ലേഡി പറയുന്ന ഓരോ സിംറ്റത്തിനും അതിൻ്റേതായ ഒരു മെഡിക്കൽ സൈഡ് ഡോക്ടർമാർ മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് ആ ലേഡി പറയുന്ന സെൻറ്റൻസിൻ്റെ ബേസിസ് കൊണ്ടായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറിയ കാര്യത്തെ ഭയങ്കരമായിട്ടൊന്ന് പർവ്വതീകരിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ആർക്കാ വരിക? പേഷ്യൻ്റ് തന്നെയാണ്. ഈ അടുത്ത കാലത്തോടൊന്ന് നടന്ന സംഭവമാണ്. ഒരു പ്രഗ്നന്റ് ലേഡിയാണ്, അവർക്കൊരു ഭയങ്കര ഓടിപ്പഴിച്ച ആശുപത്രിയിൽ വന്നു, ഭയങ്കര വയറ്റ് വേന എന്ന് പറഞ്ഞു. നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേന് പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന ചെറിയ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, അതുകൊണ്ട് നമ്മൾ മരുന്ന് കൊടുത്ത് വിട്ടു. പക്ഷേ ഈ ലേഡി ഒരു എവറി 1 വീക്ക് ഈ ബുദ്ധിമുട്ടുമായിട്ട് വരിക. എല്ലാ പ്രാവശ്യവും ആശുപത്രി വരും, ഗ്യാസോ അങ്ങനത്തെ എന്തെങ്കിലും മരുന്നിൻ്റെ ബുദ്ധിമുട്ട് എടുക്കുമ്പോഴത്തേനും ഷി വാസ് കംഫർട്ടബിൾ ആൻഡ് ഗോയിങ്. 5ാമത്തെ പ്രാവശ്യമായപ്പം ഹസ്ബൻഡിനോട് ഈ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് മൈൻഡ് ചെയ്തില്ല. ഹസ്ബൻഡ് പറഞ്ഞു, നീ വല്ല ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചാൽ പോട്ടെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു ഗൗരവമുള്ള പ്രശ്നമായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ ഒരേ പ്രശ്നം വയറ്റ് വേന എന്നുള്ളത് ഹസ്ബൻഡിനോട് പറഞ്ഞു, 3 പ്രാവശ്യം ആശുപത്രി ചെന്നപ്പോഴും തിരിച്ചു വന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ 4ാമത്തെ പ്രാവശ്യം ജെനുവിൻ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നപ്പോൾ ഹസ്ബൻഡ് അതിനെ ഇഗ്നോർ ചെയ്തു. അതാണ് നമ്മുടെ പറയുന്ന സിംറ്റം. ക്വാണ്ടിഫൈ യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ എക്സ്പ്രസ് ഇറ്റ് ഔട്ട്.